തന്ത വൈബ് കേരളത്തിലെ ചെറുപ്പക്കാരെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ് ഈ തന്ത എന്ന് പറയുന്ന വാക്ക്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും റൂഡായിട്ട് അച്ഛനെ ഉപ്പയോ ഒക്കെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ആരൊക്കെയോ വിളിച്ച് കേട്ടിട്ടുള്ള ഒരു വേർഡായിരുന്നു. പക്ഷെ ഇന്ന് ചെറുപ്പക്കാര് കുറച്ച് മെച്ചോർഡായിട്ടുള്ള ആൾക്കാരെ പറയാൻ ഉപയോഗിക്കുന്ന വളരെ തമാശ നിറഞ്ഞ ഒരു വാക്കായി മാറി ഈ തന്ത വൈബ്. രണ്ടാമത്തത് ബെസ്റ്റി. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിരുന്നതായിരുന്നു ബെസ്റ്റി. ഇന്ന് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു നെഗറ്റീവ് ആശയമാണുള്ളത്. കൂടെ നിന്ന് പറ്റിക്കുന്ന ഒരാളായിട്ടൊക്കെ ബെസ്റ്റി എന്ന് പറയുന്ന വാക്ക് മാറി. അതുപോലെ തന്നെയാണ് നന്മ മരം, അല്ലെ? ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആൾക്കാരെ നന്മ ചെയ്യുന്നു, നന്മ മരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് കേൾക്കുന്നത് നന്മ മരം എന്ന് പറഞ്ഞാൽ ആരെയോ പറ്റിക്കുന്ന ഒരു ഫ്രോഡ് എന്ന രീതിയിൽ ആ വാക്ക് മാറി. പണ്ടുപയോഗിച്ചിരുന്ന പല വാക്കുകളുടെയും അർത്ഥം, പെർസ്പെക്റ്റീവ്സ് കാലം മാറ്റുകയാണ്. ഇത് ബിസിനസ്സിലും സെയിൽസിലും ലീഡർഷിപ്പിലും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. മാറിയ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ടെർമിനോളജി മാർക്കറ്റിങ്ങിലും സെയിൽസിലും ബിസിനസ്സിലും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെട്ടു പോകും. പുതിയ സാഹചര്യങ്ങൾക്കൊത്ത് നിങ്ങളുടെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റങ്ങളെ നേരിടാമെന്ന് പഠിക്കാനായിട്ട് ഈ വരുന്ന ഡിസംബർ 14 ഫറൂഖിൽ മലബാർ മറീന കൺവെൻഷണൽ സെന്ററിൽ ഞാനും ഫറൂഖ് സെൻസിയും വരികയാണ്. നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ മാറ്റങ്ങൾ എങ്ങനെ മൂല്യബോധത്തോടു കൂടി അഡ്രസ് ചെയ്യാം, സക്സീഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കാനും യുമാക്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ?